इसका डिजाइन कनाडा में किया है। इसकी जो विंड टेस्टिंग है वो डेनमार्क में हुआ है। കാനഡയിൽ നിന്നും ഡിസൈൻ, ഡെൻമാർക്കിൽ നിന്നും വിൻ ടെസ്റ്റ്, അങ്ങനെ ലോകത്തിലെ ഒട്ടുമിക്ക എല്ലാ രാജ്യങ്ങളിൽ നിന്നും സേഫ്റ്റി മെഷേഴ്സ് ഉറപ്പാക്കിക്കൊണ്ട് 7,000 കോടി രൂപ മുതൽ മുടക്കിൽ BJP സർക്കാർ മഹാരാഷ്ട്രയിൽ പണിത മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ പെയ്ത മഴയിൽ ഒരു ലാൻഡ് സ്ലൈഡിൽ തീരാനുള്ള ക്വാളിറ്റി മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ എന്ന് അവർക്ക് അറിയില്ലായിരുന്നു പോലും. ഇത്രയും പരിസ്ഥിതി ലോലമായ ഒരു പ്രദേശത്ത് ഇതുപോലെ ഒരു സംഭവം പണിതു വെക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ലാന്നാണ് അവർ കണ്ടുപിടിച്ച എല്ലാ രാജ്യങ്ങളിലെ സേഫ്റ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഓർത്തോണം, ഒന്നും രണ്ടുമല്ല, ജനങ്ങളുടെ 7,000 കോടി രൂപയാണ് ഇതിനുവേണ്ടി തുലച്ചിരിക്കുന്നത്. 200 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച കൊൽക്കത്തയിലെ ബ്രിഡ്ജൊക്കെ കുലുങ്ങാതെ ഇന്നും നിൽക്കുന്നുണ്ട്. അതേപോലെ മുല്ലപ്പെരിയാർ, ചെറിയ അറ്റകുറ്റപ്പണികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരു കുലുക്കവുമില്ലാതെ മുല്ലപ്പെരിയാർ ഇന്നും നിൽക്കുന്നുണ്ട്. ആ സ്ഥാനത്താണ് 7,000 കോടി രൂപ മുടക്കി ഈ ചവർ അവിടെ പണിത് വെച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകേണ്ട സർക്കാർ തന്നെ ജനങ്ങളിൽ നിന്ന് കൊള്ളയടിച്ചുകൊണ്ട് ഇതുപോലെയുള്ള ചെറ്റത്തരം കാണിക്കുന്നത് എത്ര മോശമാണെന്ന് ആലോചിച്ച് നോക്കുക. വയനാട്ടിൽ റീസെന്റ് ഒരു ദുരന്തം ഉണ്ടായപ്പോൾ എല്ലാവരും അതിന് ഉത്തരവാദപ്പെട്ടവരെ ക്രോശിക്കാൻ നിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വേണം, ഒരു തെറ്റ് കണ്ടാൽ അതിൽ ഉൾപ്പെട്ട എല്ലാവരും ശിക്ഷിക്കുക തന്നെ വേണം. എന്നാൽ അതേ ന്യായം ഇതേ കാര്യത്തിലും ഈ BJP സർക്കാരിന്റെ കാര്യത്തിലും ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം 7,000 കോടി രൂപയാണ്, ചെറിയൊരു തുകയൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ 1,00,000 രൂപയുടെ ബസ് സ്റ്റോപ്പ് പണിയാൻ 5 ലക്ഷവും 10 ലക്ഷവും കാണിക്കുന്ന അതേ ടെക്നിക്ക് തന്നെയാണ് BJP സർക്കാർ അവരുടെ കീശ നിറക്കാനും ഉപയോഗിക്കുന്നത്. കാരണം ഇതൊരു ബിസിനസ്സാണ്, ഇതൊരു പൊളിറ്റിക്കൽ ബിസിനസ്സാണ്. സർക്കാരിന് പൈസ ഉണ്ടാക്കാൻ, BJPക്കാർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പരിപാടി എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ്. കാരണം കോർപ്പറേറ്റുകൾക്ക് ടെൻഡർ കൊടുക്കാം, അവർക്ക് ഇഷ്ടമുള്ള കോർപ്പറേറ്റുകൾക്ക് ടെൻഡർ കൊടുക്കാം, ബഡ്ജറ്റ് പെരുപ്പിച്ച് കാണിക്കാം, ഇഷ്ടമുള്ള കോൺട്രാക്ടേഴ്സിന് വർക്ക് കൊടുക്കാം, സബ് ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. ആരും ചോദ്യം ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള ധൈര്യത്തിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. 100 കോടി രൂപയുടെ വർക്കിന് 1,000 കോടി ബഡ്ജറ്റ് എടുക്കുക, ഇഷ്ടമുള്ളവർക്ക് വർക്ക് കൊടുക്കുക, അതിൽ നിന്നും കമ്മീഷൻ തട്ടുക, ആവശ്യമുള്ള പൈസ അടിച്ചു മാറ്റുക, ജനങ്ങൾക്ക് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ചവറ് കൊടുക്കുക. റീസെന്റ് BJP സർക്കാർ പണിതിരിക്കുന്ന ഒട്ടുമിക്ക സംഭവങ്ങളും എടുത്തു നോക്കിയാൽ മതി. നോർത്തില്, അതായത് UP-യിലായിക്കോട്ടെ, ബീഹാറിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, ഇപ്പൊ ഈ മുംബൈയിലെ ഇൻസിഡന്റ് ആയിക്കോട്ടെ, എല്ലാം തന്നെ സബ് ക്വാളിറ്റി തന്നെയാണ്. പലയിടത്തും പലതും തകർന്നിട്ടുണ്ട്. തെർമോകോൾ ഉപയോഗിച്ചുകൊണ്ട് പാലം പണിത, അതായത് പാലത്തിന്റെ കൈവരികളും ഭിത്തികളും തെർമോകോൾ കൊണ്ട് പണിത, മണ്ണിനും സിമന്റിനും പകരം ഇതൊന്നും ഇല്ലാണ്ട് തന്നെ വാർത്ത. അതേപോലെ തന്നെ പില്ലറിൽ കമ്പിക്ക് പകരം മരക്കഷ്ണങ്ങൾ കൊണ്ട് വാർത്ത. അങ്ങനെയൊക്കെ അഴിമതി കാണിച്ചിട്ടുള്ള BJP സർക്കാരിന്റെ ഏറ്റവും പുതിയ സംഭവമാണിത്. പക്ഷെ 7,000 കോടി എന്ന് പറയുന്നത് ചെറിയൊരു തുകയല്ല. നമ്മളെ ജനങ്ങളുടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഹാർഡ് ഏൺഡ് മണിയാണ് ഇവർ ഈ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. നശിപ്പിച്ചതോ പോട്ടെ, പക്ഷെ നമ്മളുടെ ജീവനും സ്വത്തിനും സുരക്ഷ വേണം. നമ്മളുടെ കയ്യിൽ നിന്ന് ഇത്രയും പണം പിരിച്ചെടുക്കുമ്പോൾ അതിന് തക്കതായിട്ടുള്ള, പോട്ടെ അതിന്റെ പകുതി 7,000 കോടി ഇല്ലെങ്കിലും ഒരു 1,000 കോടിയുടെ സുരക്ഷയെങ്കിലും നമുക്ക് വേണ്ടേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അപ്പൊ ഇതുപോലുള്ള അഴിമതികൾ ഒരു CJP വന്നതുകൊണ്ട് കുറച്ച് ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങിയോണ്ടോ മാറുന്നതല്ല. മാറ്റം ആവശ്യമാണ്, അതിനുവേണ്ടി പ്രതികരിക്കുക തന്നെ വേണം. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.